ഹലോ മക്കളെ, വെൽക്കം ടു സ്റ്റഡി വേക്ക്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ് ഫിസിക്സിലത്തെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടില്ലേ സൗണ്ട് വേവ്സ് അഥവാ ശബ്ദതരംഗങ്ങളെ കുറിച്ചാണ്. നമുക്ക് ഈ പാഠം നോക്കിയാൽ അറിയാം, ഈ പാഠം ആരംഭിക്കുന്നതന്നെ ഒരു ചെറിയ തർക്കത്തിലൂടെയാണ്. നമുക്ക് ആ തർക്കം എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ ഊഴം കാത്തു നിൽക്കുന്ന കുട്ടി പറയുന്നത്, ടീച്ചറെ ഈ കുട്ടി 10 ആട്ടം കഴിഞ്ഞു, ഇറങ്ങാൻ പറയൂ, ഇനി എൻ്റെ ഊഴമാണ്. അപ്പോൾ ഊഞ്ഞാലിരിക്കുന്ന കുട്ടി പറയുന്നത്, 5 ആട്ടമേ ആയുള്ളൂ ടീച്ചർ. ഇതൊക്കെ കേട്ടിരുന്ന ടീച്ചർ പറയുന്നത്, ശരിയാണ്, 5 ആട്ടമേ ആയുള്ളൂ. ഇവിടെ ഇപ്പം ഒരാൾ 5 എന്ന് പറഞ്ഞു, മറ്റേ 10 എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇങ്ങനെ എല്ലാവരും നോക്കുന്നത് ഒരേ ഊഞ്ഞാലിലേക്കാണ്. എന്നാൽ ഇവിടെ എണ്ണത്തിൽ വ്യത്യാസം വരാനുള്ള കാരണം എന്തായിരിക്കും? അപ്പൊ ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിക് ആയിട്ടില്ലേ ദോലനം അഥവാ ഓസിലേഷൻ എന്ന ആശയം മനസ്സിലാക്കണം. സോ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ടൈപ്പ് ഓഫ് ദ മോഷൻ ഡസ് ദ സിം ഹാവ്, സർക്കുലേറ്ററി ഓർ ഓസിലേറ്ററി? അല്ലെങ്കിൽ ഊഞ്ഞാലിന്റെ ചലനം ഏത് തരത്തിലുള്ള ചലനമാണ്? വർത്തുള ചലനമാണോ ദോലന ചലനമാണോ? ഏത് തരത്തിലുള്ള ചലനമായിരിക്കും? നമ്മളെല്ലാവരും ഊഞ്ഞാലിൽ ആടിയിട്ടുണ്ടല്ലോ. ശരിക്കും ഊഞ്ഞാലിൽ ആടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറ്? ഇപ്പൊ ഇതൊരു ഊഞ്ഞാലായിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇവിടെ ഈ ഓ എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഓ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് ഊഞ്ഞാല് തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഊഞ്ഞാലിൽ ആടാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഈ ഊഞ്ഞാലിൽ കയറി ഇരിക്കും. ഓക്കെ, ഊഞ്ഞാലിൽ കയറി ഇരുന്നാൽ നമ്മളെ പരിപാടി എന്നാ, നമ്മളത് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ആടാൻ തുടങ്ങും. ഊഞ്ഞാലിൽ കയറിയിരുന്നു, പിന്നെ മുന്നോട്ടേക്കും ആടും പിന്നോട്ടേക്കും ആടും. ഓക്കെ, അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ആടുന്ന ഈ ചലനത്തിനെ വിളിക്കുന്ന പേരാണ് ദോലനം അഥവാ ഓസിലേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് സർക്കുലേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ടോ? നമ്മൾ ഈ ഊഞ്ഞാലിൽ കയറുന്ന സമയത്ത് ഈ ജയന്റ് വീലിൽ ഉള്ളതുപോലെ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിയാണോ ചെയ്യുന്നത്? അല്ലല്ല, മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ആടുകയല്ലേ ചെയ്യുന്നത്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ദോലനം അഥവാ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഈസ് ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദ സിംഗ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? അല്ലെങ്കിൽ ഊഞ്ഞാൽ സ്വതന്ത്രാവസ്ഥയിൽ നിന്നും ദോലനം ആരംഭിക്കുന്ന സ്ഥാനം ഏതാണ്? ഇത് നോക്കിയേ, ഇതാണ് നമ്മൾ ഊഞ്ഞാലെങ്കിൽ ഇതിപ്പോ നമ്മൾ ഊഞ്ഞാലായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് ഫസ്റ്റ് സ്വതന്ത്രാവസ്ഥയിൽ ഉണ്ടാവുന്ന പോയിന്റ് ഏതാണ്? എ ആണോ, ബി ആണോ, അഥവാ ഒ ആണോ? നമ്മളിപ്പോ നമ്മൾ പറഞ്ഞു ഈ ഒ എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ഊഞ്ഞാല് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കയറി ഇരിക്കാൻ പോകുന്ന സമയത്ത് ഊഞ്ഞാൽ എവിടെയാ ഉണ്ടാവില്ലേ? ഒ എന്ന് പറയുന്ന പോയിന്റിലല്ലേ ഉണ്ടാവില്ലേ? അപ്പം ഈ ഒ എന്ന് പറയുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് തുലന സ്ഥാനം അഥവാ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ ആണോ? സോ വിച്ച് ഈസ് ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദ സിംഗ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? ഏതാണ്? ഓ ആണ്. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ തുലന സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ദോലനം എന്ന് പറയുന്നത് ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. അല്ലെങ്കിൽ ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം എബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഇപ്പൊ ഇതാ നമ്മൾ ഊഞ്ഞാലെങ്കിൽ ഇതാണ് ഓ എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ ഈ ഓ എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇത് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ചലിക്കുന്നത്. അതാണ് ഈ വസ്തു തുലന സ്ഥാനം. ഈ തുലന സ്ഥാനം എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ്. ഈ തുലന സ്ഥാനത്തിനെ ആസ്പദമാക്കിയിട്ട് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ചലിക്കുന്ന ഇതിനെയാണ് ദോലനം അഥവാ ഓസിലേഷൻ എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് മീഡിയത്തിലത്തെ കുട്ടികൾക്കാണെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞു ഊഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറഞ്ഞു. ഈ ഊഞ്ഞാൽ മാത്രമല്ല, നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് ധാരാളം ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓസിലേഷന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഗിറ്റാറിന്റെ സ്ട്രിങ് എന്ന് പറയുന്നത്. നമ്മൾ ഗിറ്റാർ വായിക്കുന്ന സ്ട്രിങ് നോക്കിയാൽ അറിയാം, അതിലുള്ളതാണ് ഓസിലേഷൻ അഥവാ ദോലനാണ് കാണാൻ കഴിയുന്നത്. പിന്നെ സിമ്പിൾ പെൻഡുലം, ട്യൂണിംഗ് ഫോർക്ക്. സോ ഗിറ്റാർ സ്ട്രിങ്, സിമ്പിൾ പെൻഡുലം, ട്യൂണിംഗ് ഫോർക്ക്, ഊഞ്ഞാലിന്റെ ആട്ടം, ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? ദോലനത്തിന് എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്മുടെ ക്ലോക്കിലത്തെ പെൻഡുലത്തിന്റെ ചലനം, ഇതും ഓസിലേഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതിൽ തന്നെ ഈ ട്യൂണിംഗ് ഫോർക്കിനെ പറ്റി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ഇപ്പൊ നമ്മൾ എന്താണ് ദോലനം എന്ന് മനസ്സിലാക്കി. ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും ഉള്ള ചലനാണ് ദോലനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം.
ഓക്കെ. അപ്പം എപ്പോഴാണ് ഈ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു കുട്ടിക്ക് 5 ആട്ടും മറ്റേ കുട്ടിക്ക് കിട്ടിയത് 10 ആട്ടും ആണ്. അപ്പം അങ്ങനത്തെ തെറ്റെല്ലാം വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ദോലനത്തിനെ എങ്ങനെ കൗണ്ട് ചെയ്യണം എന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം എങ്ങനെയാണ് കംപ്ലീറ്റ് ആവുന്നത്? നിങ്ങൾക്കൊരു ക്ലൂ തരാം. ഒരു വസ്തു എവിടെ നിന്ന് തുടങ്ങിയോ അതേ ദിശയിൽ അതേ പോയിന്റിൽ തന്നെ തിരിച്ചു വരുന്ന സമയത്താണ് ഒരു ദോലനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത്. ഒരു വസ്തു എവിടെ നിന്നാണോ തുടങ്ങിയത് അതേ ദിശയിൽ അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്താണ് ഒരു ഓസിലേഷൻ അഥവാ ഒരു ദോലനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു ദോലനം അഥവാ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്? വെൻ ഡസ് ദ സ്വിംഗ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? നമ്മൾ ഈ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഊഞ്ഞാൽ ഒരു ആട്ടം അല്ലെങ്കിൽ ഒരു ദോലനം പൂർത്തിയാക്കുന്നത് എപ്പോഴാണ്? ഓയിൽ നിന്ന് എയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ, ഓയിൽ നിന്ന് എയിലെത്തി അവിടെ നിന്നും ബിയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ. അപ്പോൾ ആദ്യത്തെ കേസ് എന്താ പറയുന്നത്? ഓയിൽ നിന്ന് എയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ. അതായത് ഫസ്റ്റ് ഓ നേടെത്തി എയിലെത്തി പിന്നെ തിരിച്ചിട്ട് അടുത്തേക്ക് എത്തുന്നത് ഓയിലേക്ക് എത്തുന്നത്. ഇവിടെ നമ്മൾ ഏതിന്റെ കേസ് പറഞ്ഞിട്ടില്ല, ബിന്റെ കേസ് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? ഓയിൽ നിന്ന് എയിലെത്തി അവിടെ നിന്നും ബിയിലെത്തി വീണ്ടും തിരിച്ച് ഓയിലെത്തുമ്പോൾ. അപ്പൊ ഏതാ കറക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഈ ദോലനം എന്ന് പറയുന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഇപ്പൊ ഇതാണ് നമ്മുടെ ഊഞ്ഞാലെങ്കിൽ ഇവിടെ ഇപ്പം ഇതാണ് ഓ എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താക്കി ബിയിൽ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എയിലേക്ക് പോയി, എന്ന് പോയിട്ട് എന്താക്കി പിന്നെ രണ്ടാമത് ബിയിലേക്ക് പോയി പിന്നെ തിരിച്ചടുത്ത് തന്നെ എത്തി ഓയിലേക്ക് തന്നെ എത്തുന്നത്. അതായത് മുന്നോട്ടേക്കും പോയിട്ട് നമ്മൾ അതേ പോയിന്റ് നമ്മുടെ തുളയുന്ന സ്ഥാനത്ത് എത്തുന്ന സമയത്താണ് ഒരു ദോലനം കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. ഇത് ശരിക്കും നിങ്ങൾ കുറെ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ എല്ലാവരും ഊഞ്ഞാല് ആടിയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കറിയാം നമ്മൾ എങ്ങനെ എണ്ണുന്നത്. ഫസ്റ്റ് നമ്മൾ അതിലിരുന്നു, പിന്നെ മുന്നോട്ടേക്ക് പോയി, പിന്നെ ബാക്കോട്ടേക്ക് പോയി, പിന്നെയും നമ്മൾ എവിടെയാണോ ഇരുന്നിനെ അതേ സ്ഥലത്ത് എത്തുന്ന സമയത്താണ് നമ്മൾ അത് ഒരാട്ടം അല്ലെങ്കിൽ ഒരു ദോലനായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നേരത്തെ നമ്മൾ കണ്ട കേസിൽ ആ കുട്ടിക്ക് തെറ്റുപറ്റാനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പൊ ഇതാണ് നമ്മൾ ഊഞ്ഞാലെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും എണ്ണീട്ടുണ്ടാവില്ല? അവന് ബാക്കോട്ടേക്കുള്ളത് 1, മുന്നോട്ടേക്കുള്ളത് 2, അടുത്ത 3, പിന്നെ 4, 5, 6 അങ്ങനെ ആയിരിക്കും അവൻ എണ്ണീട്ടുണ്ടാവില്ലേ? എന്നാൽ ടീച്ചറും പിന്നെ ഊഞ്ഞാലിരിക്കുന്ന കുട്ടി എങ്ങനെയായിരിക്കും എണ്ണീട്ടുണ്ടാവില്ലേ? ഇങ്ങനെയില്ല. ഇതാ ഊഞ്ഞാലെങ്കിൽ ആദ്യത്തെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. അപ്പൊ അതാണ് എണ്ണത്തിലെ വ്യത്യാസം. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? രണ്ടാമത്തെ അല്ലേ വരുന്നത്? when a pendulum starts from O, reaches A, then back to B and back to O. ഓയിൽ നിന്ന് എയിലെത്തി അവിടെ നിന്ന് ബിയിലെത്തി തിരികെ ഓയിലെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ അഥവാ ഒരു ദോലനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കുന്നത്. ഇപ്പൊ നമുക്ക് നേരത്തെ തർക്കത്തിന്റെ ആൻസറും കിട്ടിയില്ലേ? ഇനി നമുക്ക് ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ സെയിം ഫിഗറാണ് തന്നിട്ടുള്ളത്. In the figure, what is the maximum displacement to one side of the equilibrium? In the figure, what is the maximum displacement to one side from the equilibrium position? അതായത് ചിത്രത്തിന്റെ തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്രയെന്നാ ചോദിക്കുന്നത്. നമുക്കറിയാം ഏതാ തുലന സ്ഥാനം? ഈ ഓ എന്ന് പറയുന്ന ഇതിനെയാണ് തുലന സ്ഥാനം അഥവാ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ തുലന സ്ഥാനം അഥവാ ഇക്വിലിബ്രിയം പൊസിഷനിലെ പരമാവധി സ്ഥാനാന്തരം എത്രയാണെന്ന് ചോദിക്കുന്നത്. ഈ പരമാവധി സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഇക്വിലിബ്രിയം പൊസിഷന് അത് എത്രത്തോളം മൂവ് ചെയ്തു, ഒരു ഭാഗത്തേക്ക് എത്രത്തോളം മൂവ് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓ എന്ന് പറയുന്ന പൊസിഷന് എത്രത്തോളം ആണ് ഇത് മൂവ് ചെയ്തിട്ടുള്ളത്? എ എന്ന് പറയുന്നത് A2A ആണോ A/2 ആണോ A ആണോ? ഈ ഒരു പൊസിഷന് ഇത്രയും ഭാഗമല്ലേ മൂവ് ചെയ്തിട്ടുള്ളത്? അതെന്താണ്? എ എന്ന് പറയുന്നതാണ് അതിന്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ചിത്രത്തിൽ തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എന്ന് പറയുന്നത് അപ്പം എ ആണ്. ഓക്കെ ആണോ? ഈ ഏനെ വിളിക്കുന്ന ഒരു പേരാണ് ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. The magnitude of maximum displacement to one side from its equilibrium position is called amplitude. അതായത് തുലനസ്ഥാനം നേരത്തെ നമ്മൾ പറഞ്ഞു തുലനസ്ഥാനം അഥവാ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ആ ഓ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇതാ ഊഞ്ഞാല് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു സൈഡിലേക്കില്ലേ
നമ്മളിപ്പോൾ ആടിയിട്ട് ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിലെത്തി. അപ്പൊ ഈ സൈഡിലേക്കില്ലേ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ് ആംപ്ലിറ്റ്യൂഡ് ഡിനോട്ട് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. SI യൂണിറ്റ് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, സോ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള മാക്സിമം സ്ഥാനാന്തരത്തിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയുന്നത്. അതിന്റെ SI യൂണിറ്റ് പറയുന്നത് മീറ്റർ ആണ്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ആയതിയാണ്. ദോലനമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റത്തെ കീ ടേം പറയുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇപ്പൊ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡ് അഥവാ ടൈം പീരീഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇതിനെ പീരിയഡ് എന്നും വിളിക്കാം. ടൈം പീരീഡ് അഥവാ പീരിയഡ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരീഡ് എന്ന് പറയുന്നു. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരീഡ് എന്ന് പറയുന്നു. ഇത് ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരീഡ് അളക്കുന്നതിന് സെക്കൻഡ് എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം കംപ്ലീറ്റ് ആക്കാൻ ആവശ്യമായ സമയത്തിന് വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ് അഥവാ പീരിയഡ് എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ടി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ SI യൂണിറ്റ് പറയുന്നത് സെക്കൻഡ് ആണ്. ഓക്കെ ആണോ? ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. അതിന്റെ SI യൂണിറ്റ് പറയുന്നത് സെക്കൻഡ് ആണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ടി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ടൈം പീരീഡ് അഥവാ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ പീരിയഡ് ഈസ് ഈക്വൽ ടു ആകെ സമയം ഡിവൈഡഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം. പീരിയഡ് ഈക്വൽ ടു ആകെ സമയം ഡിവൈഡഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം. ഇനി നമുക്ക് ദോലനമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കീ ടേം ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി പറയുന്നത് നേരെ ട്വിസ്റ്റ് ആണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് ആവൃത്തി എന്ന് പറയുന്നത്. ദി നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ആവൃത്തിയുടെ ഇംഗ്ലീഷ് പേരാണ് ഫ്രീക്വൻസി. ആവൃത്തിയുടെ SI യൂണിറ്റ് പറയുന്നത് ഹേർട്സ് ആണ്. ആവൃത്തിയുടെ SI യൂണിറ്റ് പറയുന്ന ഹേർട്സ് ആണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് HZ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഹേർട്സ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ആവൃത്തി സൂചിപ്പിക്കുന്നത് F എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ F വെച്ചിട്ടാണ് ആവൃത്തി സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ആവൃത്തി പഠിക്കാനുള്ള ഇക്വേഷൻ ആണ് ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം അല്ലെങ്കിൽ ആവൃത്തി ഈസ് ഈക്വൽ ടു ദോലനങ്ങളുടെ എണ്ണം ബൈ സമയം. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ആംപ്ലിറ്റ്യൂഡ് എന്നാന്ന് പഠിച്ചു, ടൈം പീരീഡ് എന്നാന്ന് പഠിച്ചു, ടൈം പീരീഡ് അഥവാ പീരിയഡ് എന്നാന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഫ്രീക്വൻസി അഥവാ ആവൃത്തിനെ കുറിച്ചും പഠിച്ചു. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുമെന്ന് കണ്ടെത്താമോ? If a pendulum take 1 minute to complete 30 oscillation, how long does it take to complete 1 oscillation? 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്ന ചോദിക്കുന്നത്. അപ്പോൾ ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിന് നമ്മളൊരു പേര് വിളിക്കുമല്ല. എന്താ അത്? അതാണ് നേരത്തെ നമ്മൾ പഠിച്ച ടൈം പീരീഡ്. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? നേരത്തെ നമ്മൾ എന്ത് ഇക്വേഷനാ പറഞ്ഞേ? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് എന്നാണ് പറയുന്നത്. 30 ദോലനങ്ങൾക്ക് ടൈം ഫോർ 30 30 ദോലനത്തിന് എത്ര മിനിറ്റ് ഉണ്ട്? 1 മിനിറ്റ് എടുക്കുന്നത്. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞു ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്നാണ്? സെക്കൻഡ് ആണ്. അപ്പൊ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ്. ഓക്കെ, അപ്പം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്ന ചോദിക്കുന്നത്. 30 ദോലനം പൂർത്തിയാക്കാൻ 1 മിനിറ്റ്. ഇനി ഒരു ദോലനാകുമ്പോൾ അപ്പോ നേരത്തെ നമ്മളൊന്ന് ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഓക്കെ ആണോ?
അപ്പൊ ഇവിടെ ടോട്ടൽ ടൈം എത്രയാണ്? 60 സെക്കൻഡ്. 60/30 ഈസിക്കൽ ടു 2 സെക്കൻഡ്. 60/30 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 2 അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. ഇതേ പെൻഡുലം 1 സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കുന്നു എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. അതായത് 30 മിനിറ്റിൽ 1 മിനിറ്റിൽ 30 ദോലനം കംപ്ലീറ്റ് ആക്കുന്ന ഈ ഒരു പെൻഡുലം 1 സെക്കൻഡിൽ എത്ര ദോലനം പൂർത്തിയാക്കുന്നത്. അപ്പം 1 സെക്കൻഡിൽ പൂർത്തിയാക്കുന്ന ദോലനങ്ങളുടെ എണ്ണത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്? 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി പറയുന്നത്. സൂചിപ്പിക്കുന്ന ലെറ്റർ എഫ് ആണ്. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം ആണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 മിനിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. അല്ലെങ്കിൽ 1 മിനിറ്റിൽ 30 ദോലനങ്ങൾ. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര ദോലനായിരിക്കും? 1 സെക്കൻഡിൽ എത്ര ദോലനം എന്ന് പറയുന്ന സമയത്ത് 30/60. കാരണം 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 സെക്കൻഡ് ആണ്. അതായത് നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ടൈം പീരീഡ് എന്നാന്ന് പഠിച്ചു, ഫ്രീക്വൻസി എന്നാന്ന് പഠിച്ചു. അത് വെച്ചില്ല പ്രോബ്ലം ചെയ്തു. ഇനി അടുത്തതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. ഇത് നിങ്ങളുടെ പാഠത്തിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം കുറഞ്ഞ ആയതിയിൽ ഒരു പെൻഡുലം ദോലനം ചെയ്യിപ്പിച്ച് പെൻഡുലത്തിന്റെ പീരീഡ്, ആവൃത്തി ഇവ കണ്ടെത്തിയാലോ ഒരു ബോബ് ചരടിൽ കെട്ടി സ്റ്റാൻഡിൽ തൂക്കിയിടുക. ഈ സംവിധാനമാണ് സിമ്പിൾ പെൻഡുലം. അതായത് ഒരു സ്റ്റാൻഡിൽ ഇതുപോലെ ഒരു ഗോളാകൃതിയിലില്ലേ, ഇതിനെ പറയുന്ന ബോബ് എന്നാണ്. ഈ ബോബിനെ കെട്ടി തൂക്കിയിട്ട് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഓസിലേറ്റ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ദോലനം ചെയ്യിപ്പിക്കും. എന്നിട്ട് ആ സമയത്ത് അതിന്റെ ഫ്രീക്വൻസി, ആവൃത്തി എന്നിവ കണ്ടെത്താനാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കിയാലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ നിങ്ങളെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടേബിൾ കുറച്ച് ഇമാജിനറി നമ്പർ വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ ഈ പീരീഡും ആവൃത്തിയും തമ്മിലെ റിലേഷൻ എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ ആണോ? അതിപ്പോൾ ഈ ടേബിൾ എന്തെല്ലാം കൊടുത്തിട്ടുള്ളത്? ഒന്ന് ലെങ്ത് ഓഫ് ദ പെൻഡുലം, അല്ലെങ്കിൽ പെൻഡുലത്തിന്റെ നീളം, ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ, പീരീഡ്, ഫ്രീക്വൻസി. പീരീഡിന്റെ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. പീരീഡ് പറയുന്നത് ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ, ഫ്രീക്വൻസി ആണെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. ഇനി പെൻഡുലത്തിന്റെ നീളം, 3 പെൻഡുലത്തിന്റെ നീളം കൊടുത്തിട്ടുണ്ട്. 10 ദോലനങ്ങൾക്ക് ആവശ്യമായ സമയം, ആകെ സമയം, ദോലനങ്ങളുടെ എണ്ണം, ദോലനങ്ങളുടെ സമയം. ഇതാണ് നമുക്ക് തന്ന ടേബിൾ എന്ന് പറയുന്നത്. കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കി നോക്കിയാലോ. അപ്പൊ പെൻഡുലത്തിന്റെ നീളം, ഫസ്റ്റത്തെ പെൻഡുലത്തിന്റെ നീളം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 10 ദോലനങ്ങൾക്ക് ആവശ്യമായ സമയം നമുക്കതൊരു 10 കൊടുക്കാം. ഓക്കെ. അപ്പൊ പീരീഡ് എത്രയായിരിക്കും? ആകെ സമയം ബൈ ദോലനങ്ങളുടെ എണ്ണം. ആകെ സമയം ഇവിടെ എത്രയാണ്? ആകെ സമയം എന്ന് പറയുന്നത് 10 ആണ്. ദോലനങ്ങളുടെ എണ്ണവും 10 ദോലനങ്ങൾക്ക് ആവശ്യമായ സമയമാണ്. അപ്പൊ 10/10 1. രണ്ടാമത്തെ ആവൃത്തി പറയുന്നതോ? ആവൃത്തി എന്ന് പറയുന്നത് ദോലനങ്ങളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. അതുപോലെ സമയമാണെങ്കിലോ ഇവിടെ എത്ര കൊടുത്തിട്ടുണ്ട്? 10 ആണ്. അപ്പൊ 10/10 1 ആണ് കിട്ടുന്നത്. അതായത് പീരീഡും 1 ആണ്, ആവൃത്തിയും 1 ആണ് കിട്ടുക. രണ്ടാമത്തെ പെൻഡുലത്തിന്റെ നീളം കൊടുക്കുന്നത് 60 ആണ്. അതിൽ നമുക്ക് അതിൽ 10 ദോലനങ്ങൾക്ക് ആവശ്യമായ സമയം എന്ന് പറയുന്നത് 15 കൊടുക്കാം. അപ്പൊ എത്ര കിട്ടുന്നത്? ആകെ സമയം എന്ന് പറയുന്നത് 15/10 കിട്ടുന്നത്. അപ്പൊ എത്ര ആൻസർ കിട്ടുന്നത്? 1.5. രണ്ടാമത്തേലോ ദോലനങ്ങളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. 10 ടൈം എത്ര കിട്ടുന്നത്? 15. അപ്പൊ 10/15. അപ്പൊ 0.67 ആണ് ആൻസർ കിട്ടാൻ പോകുന്നത്. ഓക്കെ. ഇനി അടുത്ത എന്താണ്? പെൻഡുലത്തിന്റെ നീളം പറയുന്നത് 100 ആണ്. 100 പറയുമ്പോൾ കുറച്ചും കൂടി നീളം കൂടി. അപ്പൊ നമുക്ക് അതിന്റെ ദോലനങ്ങൾക്ക് ആവശ്യമായ സമയം 20 കൊടുക്കാം. അപ്പം ആകെ സമയം എത്രയാണ്? 20. ദോലനങ്ങളുടെ എണ്ണം 10. 20/10 എത്രയാ? 2 ആണ്. അടുത്തയാണെങ്കിലോ ദോലനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. സമയം എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ എത്ര ആൻസർ കിട്ടുന്നത്? 0.5 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യത്തെ 25 വന്ന സമയത്ത് പീരീഡ് 1 ഉണ്ടായിനി, ആവൃത്തി എന്ന് പറയുന്നത് 1 ഉണ്ടായിനി.
ഇനി അതിന്റെ ലെങ്ത് 60 ആക്കുന്ന സമയത്തോ പീരീഡ് 1.5 ആണ്, ആവൃത്തി എന്നായിട്ട് കുറഞ്ഞു 0.67 ആയിട്ട് കുറഞ്ഞു. 100 ആക്കുന്ന സമയത്തോ പീരീഡ് എന്ന് പറയുന്നത് 2 ആയി, ആവൃത്തി പറയുന്നതോ 0.5 ആയി. അപ്പൊ ഇവിടെ പീരീഡിന് എന്നാ വരുന്നത്? നമുക്ക് ആദ്യം 1 കിട്ടി, പിന്നെ 1.5 കിട്ടി, പിന്നെ 2 കിട്ടി. അപ്പൊ പീരീഡിന്റെ വാല്യൂ എന്നാണ്? പീരീഡിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പീരീഡിന്റെ വാല്യൂ എന്ന് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫ്രീക്വൻസിയുടെ വാല്യൂ ആണെങ്കിലോ അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നീളം കൂടുന്ന സമയത്ത്, പെൻഡുലത്തിന്റെ നീളം കൂടുന്ന സമയത്ത് ആവൃത്തിയിൽ എന്ത് മാറ്റം ഉണ്ടാവുന്നത്? ആവൃത്തി എന്താ ചെയ്യുന്നത്? ആവൃത്തി, പെൻഡുലത്തിന്റെ നീളം കൂടുന്ന സമയത്ത് ആവൃത്തി കുറയുന്നു. വാട്ട് വിൽ ബി ദ ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസസ്? ആവൃത്തി ഡിക്രീസസ്. അതായത് പെൻഡുലത്തിന്റെ നീളം കൂടുന്ന സമയത്ത് ആവൃത്തി എന്ന് പറയുന്നത് കുറയുന്നത്, പീരിയഡ് ആണെങ്കിലോ കൂടുന്നത്. വെൻ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് ടൈം പീരിയഡ് ഇൻക്രീസസ്. പെൻഡുലത്തിന്റെ നീളം കൂടുന്ന സമയത്ത് ടൈം പീരിയഡ് അഥവാ പീരിയഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. അതായത് പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏതിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്? ടൈം പീരിയഡിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതുപോലെ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഏതിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്? ഫ്രീക്വൻസിക്ക് വിപരീത അനുപാതത്തിൽ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ നോക്കിയേ, അപ്പൊ ഇത് ഓക്കെയാണ്. ഇനി ടൈം പീരീഡും ഫ്രീക്വൻസിയുടെയും കാര്യം ആലോചിച്ച് നോക്കിയേ. ടൈം പീരീഡ് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസിക്ക് എന്ത് മാറ്റം ഉണ്ടാവുന്നേ? ഫ്രീക്വൻസി കുറയല്ലേ? ഇപ്പൊ നേരത്തെ കേസിലാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ടേബിൾ നോക്കിയാണെങ്കിൽ ഇവിടെ ഈ ടൈം പീരീഡ് കൂടി വരുന്നുണ്ട്. അപ്പൊ ഫ്രീക്വൻസി എന്താണ്? കുറഞ്ഞാ വരുന്നത്. അപ്പോൾ ടൈം പീരീഡ് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഫ്രീക്വൻസിയും ടൈം പീരീഡും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ ടൈം പീരീഡും ഫ്രീക്വൻസിയും എന്ന് പറയുന്നത് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് ടൈം പീരീഡ് കുറയും, ടൈം പീരീഡ് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി കുറയും. നമുക്കറിയാം ടൈം പീരീഡ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടത്? ടൈം പീരീഡ് ഡിനോട്ട് ചെയ്യുന്നത് ടി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്നതോ എഫ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാലോ. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 1/f. ഇനി ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 1/t. അതായത് ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് ടൈം പീരീഡ് കുറയുന്നത്, ടൈം പീരീഡ് കൂടുന്ന സമയത്ത് ഫ്രീക്വൻസി കുറയുന്നത്. അതായത് ആവൃത്തി എഫ് ഈസ് ഈക്വൽ ടു 1/t. പീരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നത്. ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 1/t. ആസ് ദ പീരിയഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തത് ദോലനം അഥവാ ഓസിലേഷൻ, എങ്ങനെയാണ് ഒരു ദോലനം കൗണ്ട് ചെയ്യേണ്ടത്, ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ തുലനസ്ഥാനം, അതുപോലെ തന്നെ ദോലനമായിട്ട് ബന്ധപ്പെട്ട കീ ടേംസ് ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി, ഫ്രീക്വൻസി അഥവാ ആവൃത്തി, ടൈം പീരീഡ് അല്ലെങ്കിൽ പീരിയഡ്, അതുപോലെ തന്നെ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.